20,000 രൂപ കൊടുത്തപ്പോ 40,590 രൂപയുടെ സാധനം ചെയ്ത് കിട്ടി. 20,000 അപ്പൊ തന്നെ കിട്ടി അല്ലെ, ഓൺ ദി സ്പോട്ട്. ബാക്കിയുള്ളതോ 2 കൊല്ലത്തിൽ എപ്പോഴെങ്കിലും പോയി താമസിച്ചത്. അപ്പൊ എന്ത് പറ്റി? കസ്റ്റമർ ഹാപ്പി. അപ്പൊ എന്ത് പറ്റി? നമുക്ക് അവിടെ ഇത് 1 മുതൽ 14 വരെ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് വന്നിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഫെബ്രുവരിയിൽ നിങ്ങൾ ചെയ്യേണ്ട ജോലി 15,000 രൂപ സാലറി മേടിക്കാറില്ല. അപ്പൊ 15,000 രൂപ സാലറി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, 1 നിങ്ങൾ വിറ്റാൽ മതി. 1 ഓക്കെ, 1 വിറ്റാൽ എത്ര കിട്ടും? 15,000 രൂപ. 14 വിറ്റാലോ 15,000 രൂപ തന്നെയാണ്. അതേസമയം 15 വിറ്റാലോ അതിന്റെ കൂടെ 15,000 ഇൻസെന്റീവ് ആയിട്ട് 30,000 രൂപ നിങ്ങൾക്ക് ഈ മാസം വാങ്ങാം. അപ്പൊ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെ 15 വിൽക്കാം. നിങ്ങൾക്ക് 55 ലക്ഷം രൂപ നേടാൻ വേണ്ടിയിട്ട് ഈ കമ്പനിയിൽ ആകെ ഒരൊറ്റ ജോലിയുള്ളൂ, 15 പേർക്ക് ഈ അക്കോമഡേഷൻ പാസ് വിൽക്കാന്നുള്ള ഒരൊറ്റ ജോലി ഉള്ളൂ. വെരി സിമ്പിൾ. 55 ലക്ഷം രൂപ കിട്ടും. ആദ്യം 30,000 രൂപ. ക്ലിയർ ആയല്ലോ? 1 വിറ്റാൽ ബേസിക് സാലറി 15,000, 15 വിറ്റാൽ 15,000 പ്ലസ് ഇൻസെന്റീവ് 30,000 രൂപ. ഓക്കെ, എന്താ കൊടുക്കണേ? ബൈ വൺ ഗെറ്റ് വൺ ഓഫറാണ്. ചില വീട്ടന്മാർ എന്ത് ചെയ്യും? 15,000 രൂപ പാസ് കൊടുക്കും, 15,000 രൂപ ഗിഫ്റ്റ് കൊടുക്കും. അങ്ങനെ ചെയ്യും. അത് നിങ്ങളുടെ ഇഷ്ടം. കമ്പനിക്ക് എന്ത് ചെയ്താൽ മതി? 2 കൂടെ 40 മതി, 24 കമ്പനിക്ക് മതി. നിങ്ങൾ എങ്ങനെയും വിറ്റോ. ഓക്കെ, അപ്പൊ അത് ചെയ്യുമ്പോൾ ഇവിടെ 30,000 രൂപയാണ് നമുക്ക് സാലറി പ്ലസ് ഇൻസെന്റീവ് ആയിട്ട് നമുക്ക് ലഭിക്കും. ക്ലിയർ ആയി? എത്ര ഭാഗം ക്ലിയർ? അപ്പൊ ഈ മാസം നമ്മുടെ ജോലി എന്താ? 55 ലക്ഷം മേടിക്കുന്ന സ്ട്രാറ്റജി എന്താ? 15 അക്കോമഡേഷൻ പാസ് 1 മാസം കൊണ്ട് സെറ്റിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ ഒറ്റ ചോദ്യമുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വർഷം എന്താ വേണ്ടത്? 55 ലക്ഷം രൂപ. ഈ 55 ലക്ഷം രൂപ ഇപ്പൊ ആരുടെ കയ്യിലുള്ളതെന്നറിയാം? ഈ 55 ലക്ഷം രൂപ ആരുടെയോ കയ്യിലുണ്ട്. റൈറ്റ്? ഈ പൈസ നമുക്ക് തരണം. ശരിയാണല്ലോ? അവരുടെ കയ്യിലുള്ള പൈസ നമ്മുടെ കയ്യിലേക്ക് വരണം. ഇത് നമ്മുടെ കയ്യിലേക്ക് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കത്തി കണ്ടി ഭീഷണിപ്പെടുത്താൻ പറ്റുമോ? തട്ടിപ്പറിക്കാൻ പറ്റുമോ? ഇല്ല. കടന്നു വെച്ചാൽ തരുമോ? എന്ത് ചെയ്യണം? അവർക്ക് മൂല്യമുള്ള എന്തെങ്കിലും കൊടുത്താൽ അവർ തരുന്നേ. അപ്പൊ നിങ്ങൾ ചോദിക്കണം. ക്ലിയർ ആയോ? നിങ്ങൾ ചോദിച്ചാൽ തരുമവര്. എന്താ ചോദിക്കാത്ത? നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ എന്തില്ല? മൂല്യമുള്ള സാധനം കൊടുക്കാനില്ല. അപ്പൊ ഇപ്പൊ എന്തുണ്ട് കയ്യില്? മൂല്യമുള്ള സാധനം കയ്യിൽ